കംപ്ലൈന്റ് ഞാൻ അസോസിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ പുറത്തല്ല തീർക്കാൻ നോക്കേണ്ടത്. ആദ്യം നമ്മൾ അസോസിയേഷന്റെ ഉള്ളിലാണ് തീർക്കാൻ നോക്കേണ്ടത്. അതാണ് നമ്മുടെ ബൈലോ നിയമമുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടൈം ടു ദി അസോസിയേഷൻ. അതിന്റെ ഭാരവാഹികൾക്ക് ടൈം കൊടുക്കണം എന്ന് തന്നെയാണ് എന്ന് ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരത് ടേക്കപ്പ് ചെയ്യും. അടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കംപ്ലൈന്റ് കൊടുത്തിട്ട്. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ടേക്കപ്പ് അവർ ചെയ്യും. ഐ വാസ് കൺഫ്യൂസ്, കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, അല്ലെ? സോ ഐ ഫെൽറ്റ്, ഒരു പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഐ ഷുഡ് റിയാക്ട് ഓർ റെസ്പോണ്ട് ടു ദാറ്റ്. അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അതിന് ടൈം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും സംഘടന അത് ടേക്കപ്പ് ചെയ്യും. ഐ ബിലീവ് ഇൻ മൈ അസോസിയേഷൻ. എന്നോട് ചോദിച്ചു, ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ അത് ടേക്കപ്പ് ചെയ്യണോ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം, ഐ നോ ദ സിറ്റുവേഷൻ ഇൻസൈഡ്, അല്ലെ? നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ആണ്. വേറെ പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ്, വേറെ പല ഇഷ്യൂസിൽ നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യം അവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻസിബ വളരെ സത്യമുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അൻസിബയെ അടുത്തറിയുന്നത് ഈ കമ്മിറ്റിയിൽ മെമ്പർ ആയതിനു ശേഷമാണ്. അൻസിബ സത്യമുള്ള ഒരു കുട്ടിയാണ്. അൻസിബ സത്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.